അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 2ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ വിഷയത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ ഉത്തരങ്ങളും പരിചയപ്പെടാം. ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. യോജിച്ചത് ഇടതുഭാഗത്തിലെ കോളത്തിൽ നിന്നും നോക്കിയിട്ട് എഴുതാം. 1. കളവ് പറയൽ മുഅ്മിനുകൾക്ക് ഡാഷ്. കളവ് പറയൽ മുഅ്മിനുകൾക്ക് ഇടതുഭാഗത്ത് കാണാം യോജിച്ചതല്ല. 2. സത്യം പറയൽ മഹത്തായ ഡാഷ്. ഇടതുഭാഗത്ത് താഴത്തായിട്ടുണ്ട് ഒരു ഗുണമാണ്. സത്യം പറയൽ മഹത്തായ ഒരു ഗുണമാണ്. 3. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ ഡാഷ്. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ ബിസ്മി ചൊല്ലി വേണം. 4. നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ്. അതെന്താ? സലാം പറയൽ. 5. നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി ഡാഷ്. എന്താണ് ചെയ്യേണ്ടത്? സ്നേഹിക്കണം. 2ാമത്തെ പ്രവർത്തനം ശരി നൽകാം. ശരിയായത് ടിക്കറ്റ് കൊടുക്കാനാണ്. 1. അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? ഓപ്ഷൻ ഉണ്ട്. കൂട്ടുകാർ അകന്നു പോകും. 2. പിശാച് അകന്നു പോകും. ഇതിലേതാണ്? അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ എന്ത് ചെയ്യും? പിശാച് അകന്നു പോകും. അതാണ് ശരി. 2. നടന്നു വരുന്നയാൾ സലാം പറയണം. നടന്നു വരുന്ന ആൾ സലാം പറയേണ്ടത് ആരോടാണ്? ഓപ്ഷൻ ഉണ്ട്. കിടക്കുന്നയാളോട്. ഓപ്ഷൻ 2 ഇരിക്കുന്നയാളോട്. ശരിയായത് ഇരിക്കുന്ന ആളോടാണ്. 3. തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ ഡാഷ്. ഓപ്ഷൻ എല്ലാവരും ബഹുമാനിക്കുന്നു. എല്ലാവരും നന്ദി പറയുന്നു. ശരിയായത് എല്ലാവരും ബഹുമാനിക്കുന്നു. 4. അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നത് എന്താ വിളിക്കുക? കുടുംബക്കാർ എന്നാണോ അതോ അയൽവാസികൾ എന്നാണോ? ശരിയായത് അയൽവാസികൾ എന്നാണ്. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം എന്താ ചെയ്യുക? ദിക്ർ ചൊല്ലും എന്നാണോ സ്വലാത്ത് ചൊല്ലും എന്നാണോ? ശരിയായത് സ്വലാത്ത് ചൊല്ലും എന്നതാണ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1. അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതുപോലെ ഷഹാദത്ത് കലിമയുടെ അർത്ഥമൊക്കെ ഫിഖിലെ ഷഹാദത്ത് കലിമയുടെ അർത്ഥമൊക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലെ അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. 2. കളവ് പറയൽ ആരുടെ അടയാളമാണ്? കളവ് പറയുക എന്നത് ആരുടെ അടയാളമാണ്? അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. 3. ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിച്ചാൽ നാം പ്രവേശിക്കും. എവിടെയാ പ്രവേശിക്കുക? സ്വർഗത്തിൽ. 4.
ഇമാം നവവി റഹിമഹുല്ലയുടെ പേര് എന്താണ്? യഥാർത്ഥ പേരെന്താ? യഹ്യ ഇബ്നു ഷറഫ്. ഈ പേര് ഓർമ്മിച്ചു വെക്കുക, എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്, യഹ്യ ഇബ്നു ഷറഫ്. ഇനി പൂരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് അടുത്തത്, പൂർത്തിയാക്കി കൊടുക്കാനാണ്. 1. മാതാപിതാക്കളുടെ വാക്കുകൾ നാം ഡാഷ്. മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം. 2. ചെറിയവരെ സ്നേഹിക്കണം, മുതിർന്നവരെ അനുസരിക്കണം, എങ്കിൽ നാം നല്ല കുട്ടികളായി. 3. അധ്യാപകർ ഏതു മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ഡാഷ്. നാം അവരെ ബഹുമാനിക്കണം. 4. നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഡാഷ്. നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ്. 5. കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ ഡാഷ് ഇഷ്ടമാണ്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. 1. ബിസ്മി കൊണ്ട് തുടങ്ങാതെ ഏത് നല്ല കാര്യവും ഡാഷ് ഗുണം കുറഞ്ഞത് ആകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 2. ഒരു കാര്യം ഡാഷ് പറയലാണ് സത്യം. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. 3. അയൽവാസി പട്ടിണി ഡാഷ് വയർ നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. 4. കുടുംബ ബന്ധം പുലർത്തുന്നത് ഡാഷ് വർദ്ധിക്കാനും റിസ്ഖ് വിശാലമാകാനും കാരണമാകുന്നു. പൂരിപ്പിച്ചു കൊടുക്കുക. കുടുംബ ബന്ധം പുലർത്തുന്നത് ആയുസ് വർദ്ധിക്കാനും റിസ്ഖ് വിശാലമാകാനും കാരണമാകുന്നു. ഇതോടുകൂടെ നമ്മുടെ അഖ്ലാഖിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.